ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ റെസിപ്പി ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. മന്തിയാണ്. നമ്മൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ അതാണ് ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. 1 കിലോ റൈസ്ക്ക് 1.5 കിലോ ചിക്കൻ കേട്ടോ, അങ്ങനെയാണ് ഇതെടുക്കുന്നത്. അത്രയും ടേസ്റ്റാണ്. അപ്പം 2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 കപ്പ് എടുത്താലും നമുക്ക് ഈ എണ്ണ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 2 കപ്പ് സൺഫ്ലവർ ഓയിൽ, അതിലേക്ക് 3 മാഗി ക്യൂബ്. ഒരു പെട്ടിയിൽ 2 എണ്ണം ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനത്തെ 3 കട്ടകളാണ് ഇട്ടിക്കണം കേട്ടോ. 2 പെട്ടിയേക്കാരം അതിലത്തെ 3 എണ്ണം ഇട്ടിക്കണം. ഒന്ന് മാറ്റി വെച്ചു. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക്, 2 ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 വെളുത്തുള്ളി തൊലിയോട് കൂടി അതൊന്ന് മിക്സിയിൽ ഒറ്റതിലിട്ട് പൊടിച്ചെടുത്തതാട്ടോ. ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി. അത് ഞാൻ ഇവിടെ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്, വീഡിയോൻ്റെ ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം തിരുമ്പുക, അല്ലാണ്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തുക്കുന്നത് കേട്ടോ. 1 കിലോ റൈസ്ക്ക് 1.5 കിലോ ചിക്കന്. ഇവിടെ അത് കൈവച്ച് എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കുക. 1 ടീസ്പൂണ് മുളകും പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കാശ്മീരി മുളകും പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സാധാ മുളകും പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മാഗി ക്യൂബ് ഇടണോണ്ടാണ് ഞാൻ പറയുന്നത്, ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈവച്ച് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കഴിയണതും 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഈ ഒരു മന്തികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മന്തി ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിലുണ്ടാക്കാം. പിന്നെ കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുക കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഞാനിതാ ഗ്യാസുമ്മ വെച്ചിക്കണം. അതിൽ ആദ്യത്തെ 7 മിനിറ്റ് നല്ല തീ കൂട്ടി വെക്കണം. ഇതാണ് എത്ര വലിപ്പമുള്ള ഒരു ക്യാരറ്റ്, ഇത്ര വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ ഒരു ചെറുനാരങ്ങ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പതുക്കെ പറഞ്ഞുതരാം എന്താ ചെയ്യണം എന്നുള്ളത്. ഈ ചിക്കൻ ഒരു ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിക്കാരം കേട്ടോ. ഈ മന്തിത്തെ ചിക്കന് ഇത്ര ടേസ്റ്റ് ആയിക്കാരം. ഞാൻ പല ഐറ്റം മന്തി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണം മന്തിക്കാണ്. അപ്പം ഞാൻ 1.5 കിലോ ചിക്കനാണ് 1 കിലോ റൈസൊക്കെ എടുത്തുക്കണത് കേട്ടോ. 7 മിനിറ്റ് നല്ല തീ കൂട്ടി വെച്ച്, അപ്പോൾ ദാ ഇങ്ങനെ നല്ല വെട്ടിത്തിളച്ച് ചിക്കനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് തിളപ്പിക്കാൻ വെച്ചതാണ്. അതിലേക്ക് ആ ബാക്കി വരുന്ന ഒരു കട്ട ഉണ്ടല്ലോ മാഗി ക്യൂബിൻ്റെ, അത് നമ്മൾ റൈസ് തിളച്ച് വരുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണെന്നറിയോ, ആ ചോറിന് ആ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ 7 മിനിറ്റിന് ശേഷം ആ ഹാഫ് ചെറുനാരങ്ങ ഈ ചിക്കനിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു കേട്ടോ. ഇതേപോലെ ഒഴിച്ചു. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് തീ ഉറച്ചിട്ടും കൂടെ വേവിച്ചെടുക്കും. ഏകദേശം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് 1 കപ്പ് ഓയിലും കണ്ടെടുക്കും കേട്ടോ. നമ്മൾ 2 കപ്പ് ഓയിലാണ് ഇതിൽ ഒഴിച്ച് ചെയ്യുന്നത്. 1 കപ്പ് ഓയിൽ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെടുക്കും. ആ 1 കപ്പ് ഓയിൽ എടുത്തതിന് ശേഷം റൈസ് വെന്തു. ആ റൈസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തുക്കണം. റൈസിൽ 2 കറാമ്പൂ, 2-3 ഏലക്കായ്, ഒരു വലിയ 2 പട്ടി ഇട്ട് കൊടുക്കും കേട്ടോ. ചോറ് നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ. പിന്നെ റൈസ് ഇട്ടതിൻ്റെ മേലെ പകുതി റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഇതാ നമ്മൾ മാറ്റി വെച്ച ഓയിലില്ല, ഇതാണ് ഈ ചോറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഇട്ടാൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അവിടെ ഒന്ന് വിതറി കൊടുക്കും. അപ്പോൾ ഈ റെഡും യെല്ലോയും കൂടെ കളറ് റൈസ് കിട്ടാനാട്ടോ. പിന്നെ നമ്മൾ ഈ ചിക്കനിൽ 2 ഏലക്കായ്, 2-3 കറാമ്പട്ട, പിന്നെ കുറച്ച് പൂവിടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളടുത്ത് പറയാൻ മറന്നതാണ്. ചിക്കൻ നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ചിക്കൻ കേട്ടോ. അതിനപ്പോൾ നമ്മൾ റൈസൊക്കെ ഇതിൻ്റെ മേലെ ഊറ്റിട്ടു. കണ്ടോ, ഇത് ഫുള്ളാണ്. ഇത് ഒരു 2 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാട്ടോ. അതിലാണ് നമ്മൾ 1 കിലോ റൈസ് ഊറ്റിട്ടപ്പോൾ തന്നെ ചെമ്പട്ടി നിറഞ്ഞു. അതായത് അതിൻ്റെ മുമ്പ് 1.5 കിലോ ചിക്കനും കൂടെ അതിൻ്റെ അടിയിലുണ്ടല്ലോ, അതുകൊണ്ടേക്കാരം. അതിൻ്റെ ഏറ്റവും മേലെ ഇതേപോലെ ആ ഓയിൽ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ വിതറിയിട്ട് 15 മിനിറ്റ് തീ കുറച്ച് വെക്കും. 4-5 പച്ചമുളക് ഇതേപോലെ കുത്തി വെക്കും. ഒരു 10 എണ്ണമെങ്കിലും വെക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ പറിച്ചത് കമ്മിയെന്ന് 4-5 എണ്ണം ഉള്ളതെന്ന്, അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ് ഇതേപോലെ തീ കുറച്ചിട്ട് വേവിച്ചിട്ടാവും. നല്ലൊരു ആവി വരുന്ന നല്ല സ്മെല്ലും ഇക്കാരട്ടോ ഈ ഒരു മന്തിക്ക്. 15 മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്ന് ചോറൊന്നിങ്ങനെ മിക്സ് ചെയ്യാണ്.
അപ്പോൾ ഇതാ നമ്മുടെ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഈ മന്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അത്രയും ടേസ്റ്റുള്ളൊരു മന്തി കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കണവർ വീണ്ടും വീണ്ടും ഈ മന്തി ഉണ്ടാക്കും. അപ്പോൾ ഇതാ ഞാൻ വിളമ്പലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.